ട്രേഡിംഗ് ചാർട്ടിങ്ങിലാണോ ഇരിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടി പോകും. ഈ വീഡിയോ നേരത്തെ തന്നെ ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സേവ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്തോളൂ. ട്രേഡിംഗിൽ പലപ്പോഴും പല ബിഗിനേഴ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ മാർക്കറ്റിനകത്ത് ആഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പ്രോഫിറ്റബിൾ ആകാൻ വേണ്ടി പോകുന്നു. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ഐറ്റം ലാഗിംഗ് ആണ്. അതായത് പ്രൈസ് ഫോം ആയതിനു ശേഷം മാത്രമേ നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മളെ ഒരു ഡയറക്ഷൻ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കൊരു പ്രോപ്പർ എൻട്രി ചെയ്യാനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ട് ചെയ്യാൻ പറ്റാറില്ല. ട്രേഡിംഗിൽ ചാർട്ട് പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റബിൾ എന്ന കാര്യം വിട്ടേ നിങ്ങൾക്ക് മാർക്കറ്റിൽ എന്തോ നടക്കുന്നതെന്ന് പോലും അറിയത്തില്ലാത്ത ഒരു അവസ്ഥയായി പോകുന്നതാണ്. എപ്പോഴും വേണ്ടത് സിംപ്ലിസിറ്റി ആണ്. ഒരുപാട് ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രേഡിംഗിൽ പ്രത്യേകിച്ച് എന്തോ നടക്കുന്നതെന്നൊന്നും മനസ്സിലാകത്തില്ല. ഇതൊരു പ്രൊഫഷണൽ ട്രേഡറിന്റെ അക്കൗണ്ട് നിങ്ങൾ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഒന്നോ രണ്ടോ ഇൻഡിക്കേറ്റേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ട്രേഡിംഗിൽ നമുക്ക് എത്രത്തോളം നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമുക്ക് ചാർട്ട് എത്രത്തോളം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് അത്രയും നല്ല രീതിയിൽ പ്രൈസ് ആക്ഷൻ നോക്കി ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇൻഡിക്കേറ്റേഴ്സ് അവോയ്ഡ് ചെയ്യുക. നമുക്ക് ഏകദേശം ഒന്നോ രണ്ടോ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുക. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ വോളിയം ഇൻഡിക്കേറ്റർ ആണ് നമുക്ക് ഏറ്റവും അധികം ഉപയോഗം വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് പോലെ തന്നെ വളരെയധികം ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ടൈം ഫ്രെയിംസിൽ. അതായത് നമ്മൾ കൂടുതലും ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് 3 മിനിറ്റ് ടൈം ഫ്രെയിമിലൊക്കെ ട്രേഡ് ചെയ്യുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് അട്ടർ യൂസ്ലെസ് ആയിട്ടുള്ള കുറച്ച് ടൈം ഫ്രെയിംസ് ആണ്. നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം കൂടുതലും നോയ്സ് ആയിരിക്കും ഈ ടൈം ഫ്രെയിമിലുള്ളത്. നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം എങ്കിലും നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. ഒരു പ്രൊഫഷണൽ രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സ് ടു 1 അവർ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ്സിന്റെ ഒരു ക്യാൻഡിൽ ഫോം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 1 മിനിറ്റിന്റെ 15 ക്യാൻഡിൽസ് ആണ് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നോയ്സ് നിങ്ങൾക്ക് കാണേണ്ടതായിട്ട് വരുന്നതാണ്. നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് സൈഡ്വേസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ മാർക്കറ്റിൽ എന്തോ വലിയ മൊമെന്റം നടന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. അതുകൊണ്ട് ടൈം ഫ്രെയിം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് സൂക്ഷിച്ചും കണ്ട് സെലക്ട് ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്തോളുക. നമ്മൾ ആ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്രേഡിംഗിനെ കുറിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നമ്മുടെ പേജിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഫോളോ ചെയ്തോളുക.